അപ്പോൾ ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വഴുതനങ്ങ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലേക്ക് വേണ്ടത് വഴുതനങ്ങ, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, പിന്നെ മുളക് പൊടി, കൊത്തമ്പാലപ്പൊടി, പുളിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കുറച്ചും കൂടെ നിറയെ വേണേ, അപ്പോൾ അത് ഒഴിച്ചു. ഇനി ഒരു സ്പൂണ് കടുകിട്ട് അതിലേക്ക് ഇനി അര സ്പൂണ് ഉലുവയും കൂടെ ചേർക്കുക. ഉലുവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി അതിലേക്ക് ഇട്ട് നല്ല ഇളക്കി വന്നതിൻ്റെ ശേഷമാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി നമ്മൾ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോഴല്ല വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ. ആ വെന്ത് വരുമ്പോൾ അതെടുത്ത് കടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ആ കൂട്ടാനുകൾ. അപ്പം അങ്ങനെ ഉള്ളി നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ ഇട്ടിട്ട് തക്കാളി ഇട്ട് നല്ല സ്മാഷായി വന്നാൽ നല്ല ഉള്ളിയും തക്കാളിയും കൂടെ നല്ല ജോയിൻ്റ് ആയാലാണ് നമ്മൾക്ക് ഇങ്ങനെ കൂട്ടാൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കായത്തിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണെങ്കിൽ കൂടെ കുഴപ്പമില്ല. ഇത് ഇപ്പോഴേ ഇട്ടാലാണ് ഇത് കുറച്ച് കായ അലിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ കായ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ കൂട്ടാനാണ്. അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങ കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി വിടാം. ഇനി ഇതിലേക്ക് ആ കൊത്തമ്പാലപ്പൊടിയും മുളക് പൊടിയും കൂടെ എടുത്ത് വെച്ചിരുന്നതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഒക്കെ ഓരോരോ രണ്ട് സ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. കൊത്തമല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഇനി മസാല ഈ വഴുതനങ്ങയിൽ പിടിക്കണ വരയ്ക്ക് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടെ ഉള്ളതൊക്കെ പാടെ ഇതിലേക്ക് നല്ല ഇളക്കി വന്നാലാണ് മസാല പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പുളി ഒഴിക്കാം. അപ്പോൾ പുളി ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ ആ കറിവേപ്പിൻ്റെയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല തിളച്ച് വരണം. അപ്പോഴാണ് ആ എണ്ണമെഴുക്കൊക്കെ മേലെ പാറി വരണം. അപ്പോഴാണ് ആ കൂട്ടാൻ അടിപൊളിയാവുള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ ചോറ് കഴിക്കേ വേണ്ടുള്ളൂ. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇനി പാത്രം കാലിയാവുന്നത്, ചോറിൻ്റെ പാത്രം കാലിയാവുന്നത് അറിയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള വീഡിയോകളായിട്ട് വരാം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.